കൊല്ലം മൈനാഗപ്പള്ളിയിൽ 10 വയസ്സുകാരന് ശരീരമാസകലം പൊള്ളലേറ്റു. പൊള്ളലേൽപ്പിച്ചത് പിതാവാണെന്ന് കുട്ടിയുടെ മൊഴി. എന്നാൽ ബന്ധുക്കൾ ഇത് നിഷേധിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച പൊള്ളലേറ്റ നിലയിൽ കുട്ടിയുടെ ബന്ധുക്കൾ ആദ്യം കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് എത്തിക്കുന്നത്. കുട്ടിയുടെ വലതുവശത്തെ തോളിന് പിറകിലായും വയറിലും കാലിനുമാണ് പൊള്ളലേറ്റിട്ടുള്ളത്. എന്നാൽ ആശുപത്രി അധികൃതർ പ്രാഥമിക ചികിത്സ നൽകി കുട്ടിയെ ബന്ധുക്കൾക്കൊപ്പം വിടുകയായിരുന്നു. വീട്ടിലെത്തിയ ശേഷം അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ വീണ്ടും കുട്ടിയെ ഇന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ സംസാരിച്ചപ്പോൾ പൊള്ളലേൽപ്പിച്ചത് അച്ഛനാണെന്ന് കുട്ടി പറഞ്ഞു. ഇതോടെ സംശയം തോന്നിയ അധികൃതർ വിഷയം പോലീസിൽ അറിയിച്ചു. പിതാവാണ് തന്നെ പൊള്ളൽ ഏൽപ്പിച്ചതെന്ന് കുട്ടി പോലീസിനും മൊഴി നൽകിയിട്ടുണ്ട്. എന്താ സംഭവിച്ച മോനെ? ആരാ അച്ഛനോ? മോനെ അച്ഛനാണോ ചെയ്തേ? അച്ഛൻ ചെയ്താണോ മോനെ? പൊള്ളൽ ഗുരുതരമായതിനാൽ കുട്ടിയെ തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ചൂടുവെള്ളം കുട്ടി തന്നെ കമിഴ്ത്തിയപ്പോൾ ദേഹത്തേക്ക് വീണതെന്നാണ് ബന്ധുക്കളുടെ വാദം. വീട്ടിൽ ഇന്ന് രാവിലെയാണോ? ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? അഡ്മിറ്റ് ആക്കിയില്ല. എന്താ പറഞ്ഞു എന്താ സംഭവം? എന്താ സംഭവിച്ചത്? കുട്ടിയുടെ അച്ഛൻ പൊള്ളിച്ചല്ലേ? കുട്ടിയുടെ അച്ഛൻ അല്ല, പക്ഷെ കുട്ടി ഡോക്ടറെ അടുത്ത് അങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. പോലീസിന് അങ്ങനെയാണല്ലോ ഇന്റിമേഷൻ ഉള്ളത്. പോലീസിനോട് അങ്ങനെയാണല്ലോ കേസല്ല, പോലീസിനെ അറിയിച്ച അങ്ങനെയാണല്ലോ. കുട്ടി ഡോക്ടറോട് അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആശുപത്രി അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തു. അതേസമയം കുട്ടിക്ക് നേരത്തെ പൊള്ളലേറ്റ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും അന്വേഷണം ആരംഭിച്ചു.